തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ലീഡേഴ്സ് വിഷൻ മീറ്റ് ദ പ്രസ് പരമ്പരയിൽ ഇന്ന് ഒപ്പമുള്ളത് ശ്രീ എൻ ശംസുദി, പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ രാജ്യകാര്യ മന്ത്രിയാണ്. അദ്ദേഹം ദീർഘകാലം MLA ആയെങ്കിലും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വാർത്താ സമ്മേളനത്തിന് എത്തുന്നത്. കാരണം മണ്ണാർക്കാട് MLA ആയിരുന്നതുകൊണ്ട് അധികം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനങ്ങൾ നടത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും മന്ത്രി എന്ന നിലയിൽ പ്രസ് ക്ലബിൻ്റെ അതിഥിയായി ഇന്ന് എത്തിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസ് ക്ലബിൻ്റെ ഉപഹാരം പ്രസിഡന്റ് കൈമാറും. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരായ ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളിൽ ഇന്നേ ദിവസത്തെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കുകയും നിങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കാൻ ഒരവസരവും ലഭിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞാൻ 2 ആഴ്ചയായി ചുമതലയേറ്റ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അധ്യയന വർഷാരംഭമാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ ജില്ലാ, സബ് ജില്ലാ, സംസ്ഥാന തലങ്ങളിലും പ്രവേശനോത്സവങ്ങളെല്ലാം ഗംഭീരമായി നടന്നു. നമ്മുടെ കുട്ടികൾ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 42 ലക്ഷത്തിൽ പരം കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് എത്തിച്ചേർന്നത്. അതിൽ 3,14,000 പേർ കുരുന്നുകളാണ്, ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നവരാണ്. അപ്പോൾ അവരെയും അതുപോലെ തന്നെ ഒരു ഇടവേളകൾക്ക് ശേഷം ആവേശത്തോടുകൂടി കടന്നു വരുന്ന നമ്മുടെ മക്കളെയും സ്വാഗതം ചെയ്യാനാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവേശനോത്സവങ്ങൾ നടന്നു വരുന്നത്. ആ പ്രവേശനോത്സവം ഇന്ന് സമുചിതമായി സംസ്ഥാനത്ത് നടന്നു. വിദ്യാലയങ്ങൾ വീണ്ടും സജീവമായി. ഇനി അവരുടെ അധ്യയനം വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ പാഠപുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ കുട്ടികളുടെ കൈകളിൽ എത്തുക എന്നുള്ളതാണ്. ഈ ചുമതലയേറ്റതിന് ശേഷമുള്ള ഈ 10-12 ദിവസം, 10-13 ദിവസം ഏറ്റവും കൂടുതൽ ഇടപെട്ടതും പരിശ്രമിച്ചതും വിലയിരുത്തിയതും യോഗങ്ങൾ ചേർന്നതുമൊക്കെ ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഈ ദിശയിൽ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു എമർജൻസി ഈ കാര്യത്തിലുണ്ടായിരുന്നു. പാഠപുസ്തകങ്ങളുടെ അച്ചടിയൊക്കെ പൂർത്തീകരിക്കാനും ഇന്നലത്തേതോടുകൂടി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആ പുസ്തകങ്ങൾ എത്തിക്കുവാനും സാധിച്ചു. ഇന്ന് എല്ലായിടത്തും നല്ല രീതിയിൽ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നല്ല അധ്യയന വർഷത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ച ഒരവസ്ഥയാണുള്ളത്. പിന്നെ ഈ രംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് സംബന്ധമായ ആക്ഷേപങ്ങളും പരാതികളും, നിയമനം അംഗീകാരം കിട്ടാത്ത ടീച്ചർമാരുണ്ട്, അതുപോലെ തന്നെ നിയമന രംഗത്ത് പ്രതിസന്ധിയുണ്ട്, റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും വേണ്ടത്ര ആളുകൾക്ക് അവസരം കിട്ടിയില്ല എന്നുള്ള പരാതിയുണ്ട്. പിന്നെ പലർക്കും സർവീസ് സംബന്ധമായ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ 100 കണക്കിന് പരാതികളാണ് ഓരോ ദിവസവും. അങ്ങനെയുള്ള ഗ്രീവിയൻസ് ഉള്ള അധ്യാപകരിൽ നിന്ന്, സ്കൂൾ മാനേജർമാരിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുള്ള വിദ്യാലയങ്ങളുടെ അധികൃതരിൽ നിന്ന് ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതൊക്കെ വലിയ താമസം കൂടാതെ പരിഹരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെയുള്ള മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ കായിക അധ്യാപകർ ഹയർ സെക്കൻഡറിയിലില്ല, പല സ്കൂളുകളിലും കായിക അധ്യാപകരുടെ കുറവുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് പരിഹരിച്ച് തീർപ്പാക്കി അങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ കഴിയില്ലെങ്കിലും കുറച്ച് സാവകാശത്തോടു കൂടി ഇതൊക്കെ പരിഹരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം പരിഷ്കാരങ്ങളും മാറ്റങ്ങളും അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഒരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് യുഗത്തിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് നീങ്ങി നമ്മൾ അവിടെ എത്തി, ലോകം അവിടെ എത്തി. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് ആ രീതിയിൽ പരിവർത്തിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ഈ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ, അങ്ങനെയാണ് നമ്മൾ പറയാറ്, ഇൻ്റലക്ച്വൽ എക്സ്പ്ലോഷൻ, വൈജ്ഞാനികമായ വിസ്ഫോടനത്തിൻ്റെ ഒരു എല്ലാം വിജ്ഞാനത്തെ ആശ്രയിച്ച് പോകുന്ന ഒരു കാലം, നോളജ് ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലത്തെ വിദ്യാഭ്യാസത്തെ അതിനനുസരിച്ച് ശക്തവും പ്രാപ്തവുമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാവരുടെയും പിന്തുണയും സഹായവും വകുപ്പിന് ആവശ്യമാണ്. ഇങ്ങനെ ഒരു അവസരം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നൽകുമ്പോൾ നിങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ എല്ലാവരും കൂടിച്ചേർന്നാലാണ് നമുക്ക് ഈ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയ കുട്ടികൾ കേവലം പാഠപുസ്തകങ്ങളിലൂടെ മാത്രമല്ല അവരെ ഒരു നല്ല പൗരന്മാരായി, പ്രാപ്തരായ കുട്ടികളായി വാർത്തെടുക്കാൻ സാധിക്കുക. മറ്റു ഒട്ടനവധി ഘടകങ്ങൾ ചേരുമ്പോഴാണ് അവരിലെ വിദ്യാർത്ഥിത്വം ശക്തിപ്പെടുന്നത്. അവർ വളരെ ഏബിളായ, കാലിബറുള്ള, കപ്പാസിറ്റിയുള്ള കുട്ടികളായി മാറുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ആവശ്യമാണ്. അകമഴിഞ്ഞ സപ്പോർട്ട് നിങ്ങളിൽ നിന്നൊക്കെ, എല്ലാ കോണുകളിൽ നിന്നും, വിദ്യാഭ്യാസ വിചക്ഷണിൽ നിന്ന്, സമൂഹത്തിൻ്റെ മറ്റ് മേഖലകളിലുള്ള എല്ലാവരിൽ നിന്നും, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ആ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് തുടങ്ങിയ ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും ശാന്തമായി എന്നാൽ നല്ല മുന്നേറ്റമായി മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ തേടുന്നത്. ആമുഖമായി ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പരസ്പരം കാര്യങ്ങൾ പറയാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് വേണ്ടി ദൂരീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ചോദ്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആവാം. നയപരമായിട്ട് സർക്കാർ അടിയന്തരമായിട്ട് എടുക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, മിനിസ്റ്റർ പല സമ്മേളനങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്. മറ്റൊന്ന്, സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആദ്യ വഴിയിൽ നിർത്തിവെച്ച ഒരു പദ്ധതിയാണ് കാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ ഇന്റഗ്രേഷൻ. നേരത്തെ 3 ഡയറക്ടറേറ്റുകളായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്. ഇപ്പോൾ അത് ഒറ്റ ഡയറക്ടറേറ്റാണ്. ആ ലയനം മുകൾ തട്ടിൽ മാത്രമേ നടന്നുള്ളൂ. താഴെ തട്ടിലുള്ള ലയനത്തിന് വേണ്ടിയുള്ള കടലാസ് വർക്കുകളൊക്കെ നടന്ന അതിന്റെ സ്പെഷ്യൽ റൂൾസിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാർ നൽകി. ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തമായിട്ട് എതിർപ്പ് കൊടുത്തത്. യു.ഡി.എഫ് മൊത്തത്തിൽ ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്തതാണ്. അന്ന് അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രസംഗിച്ചത് യു.ഡി.എഫ് വന്നാൽ കാദർ കമ്മിറ്റി റിപ്പോർട്ട് അറബിക്കടയിൽ. എന്തായിരിക്കും കാദർ കമ്മിറ്റി റിപ്പോർട്ടിനുള്ള പുതിയ സർക്കാരിന്റെ സമീപനം, വിദ്യാഭ്യാസ വകുപ്പിന്റെ സമീപനം? വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയപ്പെട്ട കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. പക്ഷെ അതിന്റെ ശുപാർശകൾ വർഷങ്ങളോളം നടപ്പാക്കാതെ തന്നെയാണ് പോയത്. അപ്പം അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിപ്പോൾ പെട്ടെന്ന് അതിലൊരു അഴിച്ചുപണി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് ഏത് കാര്യത്തിലും ഒരു നിലവിലുള്ള ഒരു സിസ്റ്റം പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് വരുന്നില്ല. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രമേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഏകീകരണം പോലുള്ള സംഗതികൾ മാത്രം. ബാക്കി അതിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ അപ്രായോഗികമായ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വിയോജിപ്പുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുമില്ല. അപ്പോൾ ഇനി ആ കാര്യങ്ങൾ പ്രസക്തമല്ല. നടപ്പായതിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതൊരു അക്കാദമിക് സമൂഹത്തിലെ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അതിലൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിലൊന്നും അങ്ങനെ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോ
അത്തരത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായതൊക്കെ മാറ്റണം എന്ന രീതിയിലുള്ളൊരു സമീപനമോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങൾ എപ്പോഴും നല്ല അവധാനതയോടുകൂടി നടത്തണം. ഈ പറയപ്പെട്ട കമ്മീഷന്റെ കാര്യത്തിൽ അന്ന് തന്നെ വലിയ ആക്ഷേപങ്ങൾ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവർ നടപ്പാക്കിയിട്ടില്ല. ചില കാര്യങ്ങൾ മാത്രമാണ്, ഏകീകരണം പോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നടപ്പായത്. അപ്പോൾ അതിപ്പോൾ പ്രായോഗികമായി നിൽക്കുകയാണല്ലോ നമ്മുടെ മുമ്പിൽ. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമായ ഭേദഗതികളും മാറ്റങ്ങളും വരുത്തും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെയും പല കമ്മീഷൻ റിപ്പോർട്ടുകളും കഴിഞ്ഞ ഗവൺമെന്റ് നോക്കിയിട്ടില്ല. ഇപ്പോൾ കാർത്തികേയൻ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അത് +1 സീറ്റിന്റെ കുറവുമായി ബന്ധപ്പെട്ടതാണ്. അവർ കൃത്യമായി ശുപാർശ ചെയ്തിരുന്നല്ലോ, കേരളത്തിലെ ഇന്ന ജില്ലകളിലൊക്കെ +1 സീറ്റിന്റെ കുറവുണ്ട്, അത് ഇന്ന രീതിയിൽ പരിഹരിക്കണം. ആ റിപ്പോർട്ട് ആ ഗവൺമെന്റ് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊരു പുതിയ ആക്ഷേപമായിട്ട് പറയല്ല. അപ്പോൾ എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരും. അതിൽ നടപ്പായത് വല്ല അശാസ്ത്രീയത ഉണ്ടെങ്കിൽ മാത്രമേ അത് പുനഃപരിശോധിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഏതായിരുന്നാലും ഇപ്പം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്കൂൾ ഏകീകരണം പ്രധാനമായും ഫോക്കസ് ചെയ്തത് ദേശീയ ഘടനയ്ക്കനുസരിച്ച് നമ്മുടെ സ്കൂൾ സമ്പ്രദായത്തെ മാറ്റുകയാണ്. അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബേസിക്, സെക്കൻഡറി മാറ്റുക. അപ്പോൾ ദേശീയ ഘടനയ്ക്കനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടതല്ലേ? അല്ല, അത് ദേശീയ തലത്തിലൊരു പാറ്റേൺ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അപ്പം അതൊന്നും വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റുമായുള്ള വിഷയങ്ങളല്ല. അപ്പം ഘടനയാണ്. ഇപ്പോൾ 1 മുതൽ 5 വരെയാണ് LP സ്കൂള് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. പിന്നീട് 6ഉം 7ഉം 8ഉം UP സ്കൂളായിട്ട് വരും. 9ഉം 10ഉം 11ഉം 12ഉം സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ മാറ്റുമ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ അധ്യാപകരുടെ ഒരു പുനർവിന്യാസം, സ്കൂളുകളുടെ ഇപ്പോൾ ഇന്നുള്ള എല്ലാ LP സ്കൂളിലും 5ാം ക്ലാസ് കൂടി വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലൊരു മാറ്റം വരണം. അപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെന്റ് അതിനൊന്നും ചെയ്തിട്ടില്ല, ആ ഒരു നയം നടപ്പാക്കാൻ. ഞങ്ങളത് പരിശോധിച്ച് ഒരു അവസ്ഥ വരുമ്പോൾ നടപ്പാക്കണമെങ്കിൽ ഒരു സാവകാശം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ പോലെ തന്നെ നമുക്ക് എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയും അതിനുവേണ്ട സൗകര്യങ്ങളില്ലാതെ നമ്മൾ അങ്ങനെ ഒരു പരിഷ്കാരത്തിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെ അധ്യാപകരുടെ സംഗതി, നമ്മളിവിടെ UP സ്കൂൾ വരെയുള്ള UPSA എന്ന് പറയുന്ന അല്ലെങ്കിൽ LPSA എന്ന് പറയുന്ന ആ രീതിയിലാണ് അധ്യാപകരുടെ വിന്യാസം. ഹൈസ്കൂളിലേക്ക് അത് മാറി. അപ്പോൾ 8ാം ക്ലാസ് UPയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഹൈസ്കൂൾ അധ്യാപകർ എന്നുള്ളത്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ വേറെയാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പരിഹരിക്കണം. അത് അത്ര നിസ്സാരമല്ല. വിവിധ കാറ്റഗറികളിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അതിലുണ്ട്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങൾ കൂടി ഭാവിയിൽ നമുക്ക് രാജ്യത്തൊന്നാകെ ഒരു പാറ്റേൺ ആയി അത് മാറുന്നതിന്റെ ഭാഗമായിട്ട് നോക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിടണം എന്നുള്ളത് അത് ഇപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയുമാണ്. അതുപോലെ പൈസ ഉള്ളവർ കോട കൊടുത്ത് കയറുന്ന ആക്ഷേപമുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളിലുള്ള യോഗ്യതയുള്ള ആളുകൾക്ക് ഒരു പണമില്ലെങ്കിൽ കാര്യം പറ്റാൻ പറ്റാത്ത അവസ്ഥ മേഖലയിലുണ്ട്. അപ്പോൾ ഇത് ഒരു പരിഹരിക്കേണ്ട വിഷയം തന്നെയല്ലേ? അതൊരു ശുപാർശയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ എയ്ഡഡ് മേഖല ഇന്നലെ ഉണ്ടായതല്ല, തുടക്കം മുതലേ നമ്മുടെ നാട്ടിലുള്ളൊരു സംവിധാനമാണ്. അവർക്ക് ഉള്ള ഒരു ആനുകൂല്യമാണ്. കാരണം ആ സ്കൂൾ നടത്താൻ വേറെ ഒരു ചെറിയൊരു സംഖ്യ മാത്രമാണ് അവർക്ക് ആ മാനേജ്മെന്റുകൾക്ക് സർക്കാർ നൽകുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പൊളിച്ചെഴുതുമ്പോൾ വളരെ വിപുലമായ ചർച്ചകൾ ആവശ്യമാണ്. എല്ലാവരെയും കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. പെട്ടെന്നായി നമുക്കതിൽ തീരുമാനം പറയാൻ കഴിയില്ല. സ്കൂൾ പാചകത്തൊഴിലാളികളുടെ പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പോൾ അതിന്റെ കൂടെ പ്രഖ്യാപിച്ച സംഗതികളൊക്കെ അടുത്ത മാസം മുതൽ, ഈ മാസം മുതൽ ജൂൺ 1 മുതൽ നടപ്പാക്കാനാണ് അന്ന് ക്യാബിനറ്റിൽ പറഞ്ഞത്. അതിൽ പാചക തൊഴിലാളികൾ, നമ്മുടെ ആശാ വർക്കർമാർ, അങ്ങനെ ആയമാർ, അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ടതൊക്കെ ഈ മാസം മുതലാണ് പറഞ്ഞത്. PMC ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ നിലപാടിന് പുറകോട്ട് പോയിട്ടില്ലല്ലോ. PM ശ്രീയോടുള്ള UDFന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു. അപ്പൊ അത് ഇനി എങ്ങനെ അതിന്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി, അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോൾ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു,
കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം എന്താ പറയുക നിർത്തിവെക്കാം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കരാറിന്റെ ഭാവി എന്താണ്? ഏകപക്ഷീയമായ അതിലൊരു കക്ഷിക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ച് UDF ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഞങ്ങളിതുമായി എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകും. ഈ അധ്യാപകർ കുട്ടികൾ ഒരുപാട് പദ്ധതികൾ കേന്ദ്രവും സംസ്ഥാനത്തിലെ ഒരുപാട് പദ്ധതികൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുകയും പോഷൻ സമയത്ത് തീർക്കാൻ കഴിയാത്ത അവസരം, കുട്ടികൾക്ക് പഠിക്കാൻ അധ്യാപകർ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നവരായിരുന്നു. നിങ്ങൾ പറഞ്ഞത് അധ്യാപകർക്ക് വർക്ക് ലോഡാണോ? ഈ കേന്ദ്രാവിഷ്കരണ പദ്ധതികൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. ഫണ്ടുകൾ കൊണ്ടുകൊണ്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി പല പദ്ധതികളും കുട്ടികളെ ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുന്നു, പ്രദർശനങ്ങൾ, മറ്റു കാര്യങ്ങൾ, എക്സിബിഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നതോടുകൂടി സമയബന്ധിതമായി പോർഷൻ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം അധ്യാപകർക്കും പഠിക്കാൻ കഴിയാത്ത സാഹചര്യം കുട്ടികൾ കൊണ്ടുവന്ന് പരാതി. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുക നിവൃത്തിയുള്ളൂ. കാരണം പഠനം എന്ന് പറയുന്നത് കേവലം നമ്മൾ പാഠപുസ്തകങ്ങളും പരീക്ഷയും മാത്രമല്ലല്ലോ. മറ്റ് വിധത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാനാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ അത് പാടെ അവഗണിച്ച് പോകാൻ കഴിയില്ല. ഇത് രണ്ടും ക്രമീകരിച്ച് രണ്ടിനും നമുക്ക് സമയം ഉണ്ടാകണം. ഇപ്പോൾ NCCയും NSSും സ്റ്റുഡൻസ് പോലീസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിൻ്റെ അതുകൊണ്ടുള്ള ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. കുട്ടികൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, ഒരു ക്ലാസ് റൂമിലേക്ക് വരുന്നത് ആ പാഠപുസ്തകം വായിച്ച് അതിൽ നിന്നുള്ള അറിവും അത് പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്കും പാസ്സായാലും മാത്രമല്ല, ഈ കൂടിച്ചേരലുകളിലൂടെ ഉണ്ടാകേണ്ട ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം. അതിനുവേണ്ടിയാണ് അത്തരം പദ്ധതികൾ വന്നത്. അപ്പോൾ ആ പദ്ധതികൾ ഒറ്റയടിക്കില്ലാതാക്കാൻ കഴിയില്ല. അതിൽ ഈ സമയത്തിന്റെ പ്രശ്നം, ഇത് വർക്കിലോടായി വരുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ക്രമീകരിക്കാം, അല്ലാതെ അത് പാടെ നിരാകരിക്കാൻ കഴിയില്ല. അപ്പോൾ NSS ക്യാമ്പ് നടത്തി കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടാണ് അവർ ആ ഒരു അസൈൻമെന്റ് ഏറ്റെടുക്കുന്നത്. ഒരു പ്രദേശത്തെ എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് സർവേ നടത്താൻ, എന്നിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ NSS ക്യാമ്പിലൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസായി കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് അവരിൽ കാണുന്ന ഒരു പ്രത്യേക അച്ചടക്കവും അതുപോലുള്ള നല്ല ഊർജ്ജസ്വലതയും കായികക്ഷമതയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഈ പാടെ വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സ്കൂൾ തുറക്കുമ്പോൾ സംസ്ഥാനത്ത് 662 പ്രൈമറി സ്കൂളുകളിൽ 253 ഹൈസ്കൂളുകളിൽ പ്രഥമാധ്യാപകരില്ല, 99 ഹയർ സെക്കൻഡറി സ്കൂളുകൾ പ്രിൻസിപ്പൽമാരില്ല. ഇത് സ്കൂൾ തുറക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നടപടി ഉണ്ടാകും. മറ്റൊരു കാര്യം, സ്കൂൾ ഫിറ്റ്നസ് മുഴുവൻ സ്കൂളുകൾക്ക് കിട്ടിയിട്ടില്ല. സുരക്ഷാ വിദ്യയും ആശങ്കയായിട്ട് മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ പദ്ധതി മറ്റും പറഞ്ഞതാണ്. അപ്പോൾ സ്കൂൾ ഫിറ്റ്നസ് കിട്ടാത്ത ഇഷ്ടംപോലെ സ്കൂളുകൾ ആയിക്കോട്ടെ, സ്കൂൾ തുറക്കുന്ന ദിവസം പോലും കിട്ടാത്ത സ്കൂളുകൾ. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് അടിയന്തര നടപടി? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഗവൺമെന്റ് വന്നിട്ട് ഇന്നേക്ക് 2 ആഴ്ചയേ ആവുന്നുള്ളൂ. അപ്പോൾ വന്ന തൊട്ട് ഉടൻ ഞങ്ങളുടെ മുമ്പിൽ വന്നൊരു ഉത്തരവാദിത്തം തന്നെ സ്കൂള് തുറക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്ക് പാഠപുസ്തകം എത്തിക്കുക, പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുക, ഇതെല്ലാം ചെയ്തു. എന്നാൽ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ മറ്റും ഒക്കെയായി വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും. അതിലൊന്നും വലിയ കാലതാമസം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ സൂചിപ്പിച്ച ഫിറ്റ്നസ്, അതിനും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ 2 സർക്കുലറുകൾ ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു. അതായത് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ്. അവർ ഒരു ചോദ്യാവലി പോലെയുള്ള സംഗതി ഫില്ല് ചെയ്തിട്ടാണ് ഇതിന്റെ അവസാനം അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു ഫിറ്റ്നസ് ആണ് ഈ സ്കൂൾ എന്ന് പറയാം. അതിൽ ഒരു ചോദ്യം ഈ ഇലക്ട്രിക്കൽ സംഗതികളെ സംബന്ധിച്ചാണ്, വയറിങ്, കറണ്ട്, ഷോർട്ട് സർക്യൂട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അത് പറയാൻ ഞങ്ങൾ എക്സ്പേർട്ട് അല്ല എന്നുള്ളതാണ് എയ്മാരെ വാദം. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അവർ പറയുന്നതിനും കാര്യമുണ്ട്. സിവിൽ എഞ്ചിനീയർമാർക്ക് ഈ ഇലക്ട്രിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ വന്നപ്പോൾ അടിയന്തരമായി യോഗം വിളിച്ചെടുത്ത് LSTD കാര്യം വിളിച്ചു. ഞാൻ തന്നെ വെച്ചൊരു നിർദ്ദേശം, ഈ 9 ആണ്, കോളം നമ്പർ 9 ആണ്, അത് തൽക്കാലം മാറ്റിവെച്ച് ബാക്കി കാര്യങ്ങൾ എല്ലാം സിവിൽ നേച്ചറാണ്, അത് ഈ എഞ്ചിനീയർമാർ കൊടുക്കട്ടെ.
ഈ 9ന്റെ കാര്യത്തിൽ ശരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അവരുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു അപ്രൂവ്ഡ് വയർമാൻ, അത് നമ്മൾ സാധാരണ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ലൈസൻസാണ്, ഈ സംഗതികൾ ചെയ്യാനുള്ള അറിവുണ്ട് എന്നുള്ളതിനുള്ള ഒരു അപ്രൂവ്ഡ് വയർമാൻ. ഈ അപ്രൂവ്ഡ് വയർമാനിൽ നിന്ന് 4 ദിവസം മുമ്പാണ് ആ യോഗം നടന്നത്. അവർ ഒരു മാസത്തിനുള്ളിൽ സ്കൂൾ അധികൃതർ വാങ്ങി വെച്ചാൽ മതിയെന്നും ബാക്കി കാര്യങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടിയാൽ സ്കൂൾ 1-ാം തീയതി തുറക്കാമെന്ന് തീരുമാനിച്ചു. കൂട്ടത്തിൽ ഇങ്ങനെ വയറിങ്ങുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളുള്ള സ്വിച്ച് ബോർഡ് തകർന്ന് കിടക്കുന്ന, വയർ എവിടെയെങ്കിലും തൂങ്ങി കിടക്കുന്ന, അങ്ങനെ ഡേഞ്ചർ ഉണ്ട് എന്ന് പ്രിൻസിപ്പൽക്കും PTA പ്രസിഡന്റിനും ഒരു പരിശോധനയിൽ ബോധ്യമായാൽ അത്തരം ക്ലാസ് റൂമുകൾ തുറക്കേണ്ടതില്ല. കാരണം നമ്മളിങ്ങനെ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അതാണ്. എന്നാൽ ചിലപ്പോൾ നല്ലൊരു ശതമാനം സ്കൂളുകളിൽ അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ സാങ്കേതികമായി സർട്ടിഫിക്കറ്റ് തരാൻ സിവിൽ എഞ്ചിനീയർക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. അപ്പോൾ ആ ഒരു പ്രായോഗികമായ തീരുമാനമെടുത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ എന്ന് തന്നെ പറയാം ഫിറ്റ്നസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളുകൾ ആ അർത്ഥത്തിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ പ്രശ്നത്തിൽ എവിടെയും സ്കൂൾ തുറക്കാതിരുന്നിട്ടില്ല. ഞാനിപ്പോൾ TV-യിൽ 1-2 സ്കൂളുകളിൽ സ്കൂളിന്റെ കാലപ്പഴക്കം കാരണം ആലപ്പുഴയിൽ ഒരു സ്കൂളിന്റെ കാര്യം കാണിക്കുന്നത് കണ്ടു. അപ്പൊ അതൊക്കെ നമുക്ക് ഇടപെടേണ്ടതാണ്. ഈ പുതിയ കെട്ടിടങ്ങൾ ഈ കാലം ഇനിയും എങ്ങനെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കാരണം കുറെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് കൊണ്ടും ഇതിന്റെ മുമ്പ് നടന്ന ചില പ്രത്യേക ഫോക്കസ് പദ്ധതികളിലൂടെയും MP MLA ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ഇന്ന് പഴയ പോലെയല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ല ഇടപെടലും ഉണ്ട്. കാരണം അവർക്കാണ് ഇപ്പോൾ സ്കൂളുകളുടെ ചുമതല. LP സ്കൂൾ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലാണ്, സർക്കാർ LP സ്കൂൾ. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അവരുടെ ഫണ്ടിന്റെ ഒരു വിഹിതം ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത്. പിന്നെ ഈ SSK ഫണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് എല്ലായിടത്തും കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴാറായ കണ്ടീഷനുകൾ ഉണ്ടാകാം. ഇന്നിപ്പോ ചാനലുകളിലൊക്കെ ആലപ്പുഴയിലെ ഒരു സ്കൂൾ കാണിച്ചിരുന്നു. അപ്പൊ അത്തരം സംഗതികൾ ഞങ്ങൾ ഇത്തവണത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺ ഫണ്ടിൽ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക. അവിടങ്ങളിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അധ്യാപകരുടെ പ്രൊമോഷന്റെ കാര്യം പരിഹരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സ്ഥലമാറ്റത്തിന്റെ കാര്യം കൂടി ഉണ്ടാവുമോ? സ്ഥലം മാറ്റത്തിൽ ഇപ്പോ കേന്ദ്രത്തിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ സെൻസസ് നടക്കുന്നത് കൊണ്ട് സെൻസസ് ഡ്യൂട്ടി ഉള്ളവരെ മാറ്റാൻ പാടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിലർ തന്ന നിവേദനത്തിൽ അവരെ പറഞ്ഞ ഒരേ ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ സെൻസസ് ആണെങ്കിൽ ഞങ്ങൾ ആ പ്രദേശത്ത് പോയി ചെയ്തോളാം, അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ട്രാൻസ്ഫർ മാറ്റരുത് എന്നുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ അതിന് അങ്ങനെ ഒരു ക്രമീകരണം വെച്ച് മാറ്റാൻ കഴിയുമെന്ന് നോക്കാം. കാരണം ഇത് സെൻട്രൽ ഡയറക്ഷനാണ്. അത് പ്രകാരമാണ് അധ്യാപകരെ മാത്രമല്ല ആർക്കൊക്കെ സെൻസസ് ഡ്യൂട്ടി ഉണ്ടോ അവരൊക്കെ ട്രാൻസ്ഫറിൽ നിന്ന് ഈ ഒരു ഡയറക്ഷന്റെ പേരിലാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. ആ സെൻസസ് ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരുടെ ലിസ്റ്റ് ഉള്ളവരെ മാറ്റി നിർത്തിയിട്ടുള്ള ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ട്രാൻസ്ഫർ നടപ്പാക്കാൻ എന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയുടെ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ കൂടി ക്രമീകരിക്കാനുണ്ട്. വൈകാതെ അതും വരും. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പിന്നെ സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ടല്ലോ. പുതിയ നോംസ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നോംസ് വന്നത് അധ്യാപകർ കോടതി ചോദ്യം ചെയ്ത് പിന്നെ നോംസ് ഫൈനലായി അധ്യാപക സംഘങ്ങളുമായി ചർച്ച പൂർത്തിയായി. പക്ഷേ ഫൈനൽ ഉത്തരവ് ഇറങ്ങിയില്ല. എന്നോടതിൽ ഈ പറഞ്ഞ പോലെ അധ്യാപക സംഘടനകളെല്ലാം സമ്മതിച്ച് നമ്മളൊരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഹയർ സെക്കൻഡറിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കാര്യത്തിൽ പറഞ്ഞത്. ചർച്ചയൊക്കെ പൂർത്തിയായി, എല്ലാ അധ്യാപക സംഘടനകളും വന്നിരുന്നു. അങ്ങനെ അത് പ്രകാരം ലിസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും അത് പരിശോധിക്കാം. ഈ അധ്യാപകരില്ലാത്ത പ്രശ്നം പറഞ്ഞപ്പോൾ തന്നെ ഇന്നിപ്പോ പ്രവേശനോത്സവം നടക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ കോട്ടൂളി ഗവൺമെന്റ് LP അവിടെ 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും അഡ്മിഷൻ എത്തിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആ സ്കൂളിൽ ആകെ പഠിക്കുന്ന 3 കുട്ടികളാണ്. അങ്ങനെയുള്ള ചില സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതിനെ കഴിഞ്ഞ കാലങ്ങളിൽ ചില പ്രത്യേക പദ്ധതികൾ വെച്ച് സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ അതിനന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ കുട്ടികളില്ലാത്ത ഈ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഉണ്ടായിരുന്ന സ്കൂളുകൾക്ക് ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നല്ല തോതിൽ കുട്ടികളുള്ള സ്കൂളുകളായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട്. പല വിധത്തിലുള്ള ഇടപെടലുകൾ നടന്നതിനെ തുടർന്ന്. ഏതായിരുന്നാലും അത്തരം സ്കൂളുകളെ ആ രീതിയിൽ കൺവെർട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തും. താൽക്കാലിക അധ്യാപകരെ സ്കൂളുകളിൽ 8-10 വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. അങ്ങനെ അധ്യാപകരുടെ ഇല്ലാത്ത സ്കൂളുകളിലും വിഷയങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് ശ്രദ്ധയപ്പെടും. അവിടെ നിലവിലുള്ള പോസ്റ്റിൽ ആളില്ലാത്തതുകൊണ്ടാണ് ഈ താൽക്കാലിക അധ്യാപകരെ വെക്കുന്നത്. 1-2 സബ്ജക്റ്റല്ല, പല സ്കൂളുകളിൽ 8-10 സബ്ജക്റ്റുകൾ ക്ഷണിക്കുന്നത്.
അങ്ങനെ വരാൻ പാടില്ല. കാരണം സർക്കാർ സ്കൂളുകളിലുള്ള ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ബാച്ച് കൊടുക്കും, അവിടെയൊക്കെ ആണെങ്കിൽ താൽക്കാലിക അധ്യാപകരെ വെക്കാം. അല്ലെങ്കിൽ ചില മേഖലകളിൽ അധ്യാപകർ വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡിഫിക്കൽട്ട് റൂറൽ ഏരിയയിലൊക്കെ ചില സബ്ജക്റ്റിലൊക്കെ ആരെങ്കിലും വെച്ചാൽ അവർ പോകാത്ത, പോസ്റ്റിംഗ് ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് താൽക്കാലിക അധ്യാപകരൊക്കെ. എല്ലാം താൽക്കാലിക അധ്യാപകരാകുന്ന സർക്കാർ സ്കൂളുകൾ ഉണ്ടാവാൻ ഇടയില്ല. അത് പരിശോധിക്കാം. ഈ ഹയർ സെക്കൻഡറി, ഈ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് കൂടുതൽ കുട്ടികൾ പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. കൂടാതെ ഇത്തവണത്തെ ഹയർ സെക്കൻഡറി റിസൾട്ട് പരിശോധിക്കാൻ 1% റിസൾട്ട് കഴിഞ്ഞ വർഷത്തേക്ക് സർക്കാർ സ്കൂളുകൾ കുറയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സർക്കാർ സ്കൂളുകളുടെ കാര്യക്ഷമതയും മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് എന്തെങ്കിലും പ്രത്യേക ഫോക്കസ്. അത് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കുട്ടികൾ കുറയുന്ന സ്കൂളുകളുടെ കാര്യവും ഈ പറഞ്ഞ റിസൾട്ട് കുറയുന്നതൊക്കെ ഒരു പ്രശ്നമാണല്ലോ. നമ്മൾ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ ചില ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പാസ്സായിട്ടും പേരെഴുതാൻ അറിയില്ല, ഗുണനപ്പട്ടിക ചൊല്ലാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഒരു ആക്ഷേപം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ അതൊന്ന് പലരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വശം ഞങ്ങൾ പരിശോധിച്ച് അതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ. കാരണം ഇതൊരു നാണക്കേടാണല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പേരെഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അടിസ്ഥാനപരമായ ഗണിതം അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നടപടി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സർക്കാർ 2 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ വർഷം 10ാം ക്ലാസ്സിലെ SLC പരീക്ഷ സബ്ജക്ട് മിനിമം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾ 8ാം ക്ലാസ് മുതൽ പരിചയിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ അടുത്ത 27 SLC പരീക്ഷയിൽ ഇവർക്ക് തിയറി പാർട്ടിൽ മാത്രം 30% മാർക്ക് വേണം, അതായത് സബ്ജക്ട് മിനിമം വേണം എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ആ ഒരു പരിഷ്കരണം കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പരിഷ്കാരങ്ങളും ഒരു കൃത്യമായ ചർച്ചകൾക്ക് ശേഷമാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയുക. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല, ആ കാലത്ത് എടുത്തൊരു തീരുമാനമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 8ഉം 9ഉം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ 27 പരീക്ഷക്കാണ് 10ൽ നടപ്പാക്കേണ്ടത്. അത് ഞങ്ങൾ പരിശോധിച്ച് അത് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോവാം. അപ്പോൾ കുറച്ചുകൂടി പിന്നെ ഗുണനിലവാരം അതുവഴി മെച്ചപ്പെട്ട് കിട്ടുമല്ലോ. പൊതുവിൽ ഈ വിഷയങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം പഠിക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ അക്കാദമികമായി ആ രംഗത്തുള്ള അക്കാഡമിഷ്യൻസിന്റെ ഒരു സമിതി ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. പഠിക്കാൻ വിദഗ്ധ സമിതി വളരെ സമയമെടുക്കാന്നല്ല, കാരണം എന്ത് കാര്യത്തിനും അങ്ങനെ ഒരുപാട് സമിതികൾ വെച്ച് കാലം കടന്നു പോകുന്നൊരു സ്ഥിതിയുണ്ട്. അങ്ങനെ വൈകുന്ന സമിതികളല്ല, ഇത് വളരെ കൃത്യമായി വളരെ സമയബന്ധിതമായി അതിനൊക്കെ ചില നിർദ്ദേശങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വെക്കാനൊരു സമിതിയെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളോടും അതുപോലെ തന്നെ അധ്യാപകരോടും വലിയ കടക്കാരുണ്ട്. LSS USS പരീക്ഷയിൽ കൊടുക്കാനുള്ള കോടികളുണ്ട്. അധ്യാപകർക്ക് പേപ്പർ വാല്യൂ ചെയ്യുന്ന കണക്കിൽ കോടികൾ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ കലോത്സവം നടത്തിയ വകയിൽ കോടികൾ കൊടുക്കാനുണ്ട്. ഈ കുടിശ്ശിക കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടോ? ഇവിടെ തന്നെ പാലക്കാട് വെച്ച് കുട്ടികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 14 ദിവസമായിട്ടുള്ള ഞങ്ങൾ വന്നിട്ട് കുടിശ്ശികയുടെ യഥാർത്ഥ കണക്കെടുക്കട്ടെ. അതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ടതുമാണ്, അതിലൊന്നും തർക്കമില്ല. എല്ലാ മേഖലയിലും എന്ന പോലെ സാമ്പത്തിക രംഗത്തുള്ള ഒരു പിരിമുറുക്കം ഈ വിഷയത്തിലൊക്കെ പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാർ കുട്ടികളുടെ അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റിലെ പൈസ സർക്കാർ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള എല്ലാ നല്ല സംഗതികളും ഈ ഗവൺമെന്റ് തുടരും. തർക്കവും പ്രതിസന്ധിയും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ വീണ്ടും വിചാരം ഉണ്ടാവുള്ളൂ. ഗവൺമെന്റുകൾ തുടർച്ചയാണല്ലോ. ഈ ആർത്തവ കാര്യത്തിൽ നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ വന്നതാണ്. അത് സ്വാഭാവിക യൂണിയൻ ചർച്ചയിലായിരിക്കും അങ്ങനെ വന്നത്. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത് അത് യൂണിയൻ പഠിക്കും, അഭിപ്രായം തേടിയിട്ടാണ് നടപ്പാക്കുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സംഘടനയുടെ തന്നെ വനിതാ നേതാവ് ഉൾപ്പെടെ വളരെ 1-2 ആളുകൾ മാത്രം അതിനെ പരസ്യമായി എതിർത്തിട്ടുണ്ട്, അറിയപ്പെടുന്ന ആളുകൾ. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും ഇത് DG ഏൽപ്പിച്ചത്, വീണ്ടും കുട്ടികളിൽ നിന്ന് അഭിപ്രായം തേടി? അതായത് നിങ്ങളൊരു സെറ്റ്ബാക്ക് ആണോ? അല്ല, അതൊരു നയപ്രഖ്യാപനം എന്ന് പറഞ്ഞ ഒരു സർക്കാരിന്റെ സമീപനമാണ്. ആ സമീപനത്തിൽ വളരെ കൃത്യമായിട്ട് സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഒരു അനുഭാവപൂർണമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ പിന്നെ അതിന്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണേണ്ടത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മുതിർന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിലെത്തിയ പെൺകുട്ടികൾക്കും വലിയ തോതിലുള്ള ശാരീരികവും മാനസികവുമായ അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും ഉണ്ട്. അത് വളരെ
നിസ്സാരമായിട്ട് കടന്നു പോകുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ശാരീരികമായ പ്രകൃതം പോലെയാണ് ഇരിക്കുക. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് അന്ന് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ ഒരു ഇളവ്, അത് ഉദ്യോഗസ്ഥകളാണെങ്കിൽ ആ ഒരു കാരണമുണ്ടെങ്കിൽ അവരെ അന്ന് ആ ഡ്യൂട്ടിയുടെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് അതിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ഒരു ഇളവ് ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ പഠനമോ സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം ഒരു സംഗതിയുടെ പേരിലാണെങ്കിൽ ഒരു ഇളവ് കൊടുക്കാം എന്നതാണ് അതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അത് ചർച്ച ചെയ്ത് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ആ ദിവസങ്ങളിൽ നിർബന്ധമായി ലീവ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും അവധി വേണമെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. ഇതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അതങ്ങനെ ചിലർക്കുണ്ടാകാം, വലിയ പ്രശ്നങ്ങളുള്ള ഒരു നേച്ചറുള്ള ആളുകളുണ്ടാകാം. അവർക്ക് അന്നൊരു ഇളവ് ഈ ഒരു ശാരീരിക അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിർവഹിക്കേണ്ട കാര്യത്തിൽ ഒരു ഇളവ്, അപ്പോൾ അതിനൊരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് പരിഗണിക്കണം. അതാണ് അതിൻ്റെ പോസിറ്റീവ് വശം. അതാണ് ഉദ്ദേശിച്ചത്. വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ നയപ്രഖ്യാപനത്തിൽ പറയുമ്പോൾ ഒരു ആശയമാണ് പറയുന്നത്. നമുക്ക് ആ ആശയത്തോടുള്ള ഒരു യോജിപ്പുമാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളും ഒരു പദ്ധതിയായും നോംസായും ഒക്കെ പിന്നീടാണ് വരിക. അത് വരും. ഈ പറഞ്ഞ വിമർശനങ്ങളും നമ്മൾ കാണണം. ഒരു വിമർശനമുണ്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് ഈ പ്രശ്നമുള്ളവർക്കുള്ളൊരു ആനുകൂല്യമാണ്, ഒരു ഇളവാണ്. അത് എല്ലാവരും ഉപയോഗിച്ചോളുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആനുകൂല്യം ഉപയോഗിക്കാം. വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല ഇതാണ്. അല്ല, ഇതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കണേ ഉള്ളൂ. നമ്മളൊരു സമീപനം, ഈ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അതാണ്. ഓരോ മേഖലയിലും ഓരോ പ്രശ്നങ്ങളോടുമുള്ള ഗവൺമെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രകടമാക്കുന്നത്. പിന്നീടാണ് അതിനനുസരിച്ച് പദ്ധതികൾ വരിക. ഇപ്പോൾ ആ തീരുമാനമാണല്ലോ ഗവൺമെന്റിന് മുമ്പിലുള്ളത്. ഇല്ല, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇത് വിവിധ ഇപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥിനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പായിട്ട് ചർച്ച ചെയ്യണം. ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പൊതുഭരണ വകുപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിനൊരു ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ആയിട്ടുള്ള വേണ്ട ഡിസ്കഷനൊക്കെ ശേഷം അതിനൊരു രൂപരേഖ ഉണ്ടാവണമല്ലോ. അതുണ്ടാവും, വൈകാതെ ഉണ്ടാവും. മിനിസ്റ്റർ, യൂണിഫോമിന്റെ കാര്യത്തില് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കളർ യൂണിഫോമിന്റെ പ്രപ്പോസൽ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ ക്ലാരിറ്റി അല്ല, അങ്ങനെ ഒരു ആശയമുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ആവശ്യവുമുണ്ട്. അതും ഞങ്ങൾ പരിഗണിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു പരിഷ്കാരവും പ്രഖ്യാപിക്കുമ്പോൾ വളരെ ആവശ്യമായ ഒരു ചർച്ച വേണം. അതിനുശേഷം വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു ദിവസം അങ്ങനെ ഒന്ന് വരാൻ കുട്ടികൾക്കൊരു താല്പര്യമോ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. മിനിസ്റ്റർ, ഇതിന്റെ ഒരു റാഷണൽ യൂണിഫോമിന്റെ വരുന്നത് ഒരു യൂണിഫോമിറ്റി വരുത്താനാണ്. കാരണം ഒരു സ്കൂളില് നമുക്ക് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ആണെങ്കിലും നമ്മളൊരു കാഷ്വൽ ഡ്രസ്സിൽ പോകുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു ലോങ് ടേം എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ ഈ ഒരു പ്രപ്പോസൽ കൺസിഡർ ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ തവണ കുട്ടികളിൽ നിന്ന് വന്ന ആവശ്യത്തെ തുടർന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അത് പരിഗണിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ പുതിയ ക്വസ്റ്റ്യൻ ഉയരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വലിയ പ്രയാസം ഉണ്ടാവും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. ഞങ്ങൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ സർക്കിളിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ചർച്ചയ്ക്ക് ശേഷം അത് പ്രഖ്യാപിക്കുള്ളൂ. വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു ഒരു ദിവസം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് കുട്ടികൾ പറഞ്ഞാൽ അത് ന്യായമാണ്. ഒന്നാം ക്ലാസ് ഇന്നത്തെ കണക്ക് 6 വയസ്സാണ്. ഈ വർഷം ആദ്യം മാറ്റിട്ട് അടുത്ത വർഷം അല്ല, ഞങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നിലവിലുള്ള 5 തന്നെയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചത് അടുത്ത വർഷം വിദ്യാഭ്യാസ വർഷം 5 തന്നെയായിരിക്കും. പക്ഷെ അടുത്ത അധ്യയന വർഷം അങ്ങനെയാണ് റിപ്പോർട്ടും സമർപ്പിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലേ, ഈ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത എല്ലാ നടപടികളിലും മാറ്റങ്ങൾ വരുത്തണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ അതുപോലെ തന്നെ തുടരാം. അല്ല, അതിനെ പ്രായോഗികമായിട്ട് വലിയ എതിർപ്പോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകുകയുള്ളൂ. ഈ പാഠ്യപദ്ധതി എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇപ്പോൾ അങ്ങനെ ആ രീതിയിലൊരു അഭിപ്രായം താങ്കളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ പൈതൽ രീതിയാണെന്ന് വരെ പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നത്. അത് വീണ്ടും അത് മാറ്റങ്ങൾ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ട്? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ലേ, ഗുണനിലവാരത്തെക്കുറിച്ചും പാസ്സായ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തിയായി വരുന്നേ ഉള്ളൂ. ഇനി ഈ വർഷത്തോടു കൂടിയാണ് അത് 12ാം ക്ലാസ്സിൽ വരിക. അപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ട് അധികം ആയിട്ടില്ല. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ കൈവെക്കുകയുള്ളൂ. കാഴ്ചപ്പാടോടുകൂടി നിലപാടുകളുമായി നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി എൻ ശംസുദ്ദീന് പ്രസ് ക്ലബിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങ് അവസാനിക്കാം.